ഇന്നലെ സ്കൂള് വിട്ട് വന്ന ശേഷമാണ് കുഞ്ഞൂസ് എൻ്റെ അടുത്ത് പറയുന്നത് അവൻ ഇന്ന് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് മത്സരിക്കണമെന്ന്. എനിക്കാണെങ്കിൽ ഈ നാട്ടിലെ വഴി അറിയില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് ഈ നാട്ടിലെ റെൻ്റൽ ഷോപ്പൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ലോണ്ട്രി ബക്കറ്റിൻ്റെ അടപ്പെടുത്ത് മൂടിയെന്നാണ് ഞാൻ പറയാറ്. അതുകൊണ്ടാണ് പെട്ടെന്ന് വായിൽ മൂടിയെന്ന് വന്നത്. അതിൻ്റെ മൂടിയെടുത്ത് അതിൻ്റെ അകത്ത് കുഞ്ഞൂസിൻ്റെ ഒരു ബാഗ് അറ്റാച്ച് ചെയ്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പേപ്പേഴ്സൊക്കെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചു. പിന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് ഒട്ടിച്ച് വെച്ചു. പിന്നെ പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കുഞ്ഞാസുന് തന്നെ വാശിയായിരുന്നു. അപ്പോൾ കുറേയൊക്കെ അവൻ പെയിൻറ്റ് ചെയ്തു, ബാക്കി ഞാൻ പെയിൻറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു 100 വഴക്കുകൾ അങ്ങ് കഴിഞ്ഞു. കോമ്പറ്റീഷൻ അവനാണെങ്കിലും ഇതൊരു ചലഞ്ചായത് എനിക്ക് തന്നെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കുറേ നാളിന് ശേഷം. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസിൻ്റെ സമയത്ത് ഓരോ വർഷവും ഞാൻ ഓരോ കോമ്പറ്റീഷന് മത്സരിക്കുമായിരുന്നു. ഒരു വർഷം എംബ്രോയ്ഡറി ആണെങ്കിൽ അടുത്ത വർഷം ഒറിഗാമി, പിന്നെ ബീഡ്സ് വർക്ക്, അറ്റ്ലസ് മേക്കിങ്, പപ്പറ്റ് മേക്കിങ്, അങ്ങനെ എന്താ പറയണ്ടേ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നത്തിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കണ്ടതിലും കേട്ടതിലും ഒക്കെ പോയി മത്സരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു. എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയൊരു അവസരമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. അപ്പോൾ അത് ഞാൻ മാക്സിമം കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പെർഫെക്ഷൻ ഒന്നുമില്ല, കാരണം ഞങ്ങളുടെ മുമ്പിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ പറ്റുന്ന പോലെ കാര്യങ്ങൾ അങ്ങ് ചെയ്ത് തീർത്തു. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞൂസിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇന്നത്തെ ദിവസം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പങ്കെടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. കോമ്പറ്റീഷൻ്റെ റിസൾട്ടൊന്നും അറിയാൻ നിന്നില്ല, കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മയിലേക്ക് സൂക്ഷിച്ച് വെക്കാനുണ്ടാവുക. അപ്പോൾ മാക്സിമം മോൻ്റെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് പഠിപ്പിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. നമ്മൾ സ്കൂളിൽ പഠിച്ച പാട്ടോ അല്ലെങ്കിൽ തിയറിയോ ഒന്നും എപ്പോഴും ഓർമ്മ ഉണ്ടാവണം എന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസുകൾ അത് ആജീവനാന്തകാലം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കും.